നിങ്ങളിപ്പോൾ 8ാം മാസത്തിലാണോ? ഈ സമയത്തിൽ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും ഡെലിവറി ബാധിക്കും. 8ാം മാസം ഗർഭകാലത്ത് എന്ത് ചെയ്യണം, എന്ത് ഒഴിവാക്കണമെന്ന് ഇന്ന് പൂർണ്ണമായും പറയാം. 32 മുതൽ 36 ആഴ്ച വരെയാണ് 8ാം മാസം. ഈ സമയത്ത് ബേബിയുടെ വെയിറ്റ് വളരെ വേഗത്തിൽ കൂടുന്നു. ഡെലിവറിക്ക് വേണ്ടി ശരീരം തയ്യാറെടുക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഈ സമയത്ത് ബേബിയുടെ വെയിറ്റ് 1.7 to 2.7 kg വരെ ആയിരിക്കും. കുഞ്ഞു ഹെഡ് ഡൗൺ പൊസിഷൻ എടുക്കുന്ന സമയം കൂടിയാണ്. കുഞ്ഞിൻ്റെ ലങ്സ് മെച്യൂരിറ്റി നടക്കുന്നതും 8ാം മാസത്തിലാണ്. കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ് പാറ്റേൺ ഈ സമയത്ത് മാറും. കിക്ക് കുറയുകയും കൂടുതലും റോളിംഗ് ചെയ്യുന്നതുമാണ്. അമ്മയ്ക്ക് ഈ സമയത്ത് കൂടുതൽ ക്ഷീണം അനുഭവപ്പെടാം. യൂട്ടസ് വലുതാകുന്നത് കൊണ്ട് ബാക്ക് പെയിനും പെൽവിക് പെയിനും സാധാരണയാണ്. യൂട്ടസിൻ്റെ പ്രഷർ ബ്ലാഡറിൽ ചെലുത്തുന്നത് കൊണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ചില അമ്മമാർക്ക് കാൽ കൈകൾ നീര് വരാനുള്ള സാധ്യത ഏറെയാണ്. ഉറക്കക്കുറവും കാണും. എന്നാൽ തലവേദന, കാഴ്ചമങ്ങൽ, സ്വെല്ലിംഗ് കൂടുകയോ BP കൂടുകയോ ബേബി മൂവ്മെൻറ്റ് കുറയുകയോ ഇതൊരിക്കലും സാധാരണ ലക്ഷണമല്ല. ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഇൻക്ലൂഡ് ചെയ്യുക. ഇലക്കറികൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ഡെയിലി 2 to 3 liters വെള്ളം വരെ കുടിക്കുക. ജങ്ക് ഫുഡ്, സ്പൈസി ഫുഡ്സ്, അധികം അളവിലുള്ള പഞ്ചസാര, ഉപ്പ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ചെരിഞ്ഞ് കിടക്കുക. 2 കാലുകൾക്കിടയിൽ പില്ലോ വെച്ച് കിടക്കാൻ ശ്രമിക്കുക. അവസാന മാസങ്ങളിൽ ഡോക്ടർ ഇടയ്ക്കിടെ ഹോസ്പിറ്റൽ വിസിറ്റിനായി പറയും. ഇതൊക്കെ കൃത്യമായി വിസിറ്റ് ചെയ്ത് ഇത് നിങ്ങളുടെ BP, വെയിറ്റ്, യൂറിൻ ടെസ്റ്റ്, സ്കാൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു അപ്പോയിൻമെൻറ്റും മിസ് ചെയ്യരുത്. ഈ സമയത്ത് ഡോക്ടർ തരുന്ന അയോൺ, കാൽഷ്യം ടാബ്ലറ്റ്സുകൾ കഴിക്കുക. സെൽഫ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനും ചികിത്സയോ ചെയ്യരുത്. ഡെയിലി സ്ലോ വാക്കിംഗ് 20 to 30 minutes ചെയ്യുക. ഡോക്ടറുടെ അഡ്വൈസോട് കൂടി സേഫ് ആയിട്ടുള്ള എക്സസൈസ്, സ്ക്വാട്സ്, പെൽവിക് ഫ്ലോർ എക്സസൈസ്, പ്രീനറ്റൽ യോഗ ചെയ്യുന്നതും നല്ലതാണ്. ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ്, സഡൻ ആയിട്ടുള്ള ചലനം, ലോങ് ട്രാവൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. 8ാം മാസം ശരിയായി കെയർ ചെയ്താൽ 9ാം മാസം സ്ട്രെസ് ഇല്ലാതെ കടന്നു പോകും. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക. പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.